സുവിശേഷം 15-ാം അധ്യായം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 15. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വേദഭാഗം ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം. അല്ല, ഒരു സ്ത്രീക്ക് ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മയെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടി സന്തോഷിക്കുവീൻ എന്ന് പറയുകയും, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും എന്ന് നിങ്ങളോട് പറയുന്നു. മതി. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ട ഈ നമ്മുടെ സൺഡേ സ്കൂൾ കാലഘട്ടങ്ങൾ മുതൽ കേട്ടുവരുന്ന ഒരു ഉപമയാണ് നമുക്ക് കാണാൻ കഴിയുന്ന വായിച്ച വാക്യം. ശാന്തമായി അതിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന 1-2 ചിന്തകൾ വേഗത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നഷ്ടങ്ങളുടെ കണക്ക് കാണാൻ കഴിയുന്ന ഒരു അധ്യായമാണ്. അതിനകത്ത് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമല്ല, നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു റെസ്റ്റോറേഷൻ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ നഷ്ടങ്ങളുടെ കണക്ക് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് പാപികളെയും ചുങ്കക്കാരെയും തൻ്റെ കൂടെയുണ്ടായിരുന്ന ദൈവജനത്തോട് ഓർമ്മപ്പെടുത്തുന്ന സുവിശേഷങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ 3 ഉപമകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം. നമുക്കെല്ലാവർക്കും സുപരിതമായി അറിയാവുന്ന ഉപമകളിലൊന്നാണ് നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമ. എന്ന് പറഞ്ഞാൽ 100 ആടുള്ള ഒരു ഇടയൻ്റെ ഒരു ഉപമയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ആ ഉപമയുടെ പ്രത്യേകത 100-ൽ 1 നഷ്ടപ്പെട്ടു പോകുമ്പോൾ 99-നെയും വിട്ടേച്ച് ആ ഇടയൻ നഷ്ടപ്പെട്ട ഒരു ആടിനെ തേടിപ്പോകുകയാണ്. മറ്റൊരു ഉപമയാണ്, 2ാമത്തെ ഉപമയാണ് നാം വായിച്ച നമ്മുടെ കുറിവാക്യം. 10 ദ്രഹ്മയുള്ള സ്ത്രീയിൽ നിന്ന് അത് 1 നഷ്ടപ്പെടുകയാണ്. ആ 1 നഷ്ടപ്പെട്ടതിനെ അവളുടെ ജീവിതത്തിനകത്ത് വളരെ പ്രാധാന്യം നൽകി നഷ്ടപ്പെട്ടു പോയ ഒരു ദ്രഹ്മയെ അവൾ തിരഞ്ഞ് സൂക്ഷ്മതയോടെ അന്വേഷിച്ച് അവൾ കണ്ടെടുക്കുന്നതാണ് ആ ഉപമയുടെ സാരാംശം എന്ന് പറയുന്നത്. മറ്റൊരു ഉപമയാണ് നമ്മളെല്ലാം മുടിയനായ പുത്രൻ എന്ന് വിളിപ്പേര് കൊണ്ട് അങ്ങനെയൊന്നും വചനത്തിനകത്തില്ല, പേര് വചനത്തിനകത്തില്ല. എങ്കിലും നമ്മുടെയൊക്കെ സൺഡേ സ്കൂൾ മുതൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രസംഗകന്മാർ അല്ലെങ്കിൽ ദൈവദാസന്മാരെല്ലാം പറയുന്നൊരു പദമാണ് മുടിയനായ പുത്രൻ്റെ ഉപമ. എന്ന് പറഞ്ഞാൽ ഒരപ്പന് 2 മക്കളുണ്ട്. അതിൽ ഒരുവൻ തനിക്കുള്ള ഷെയറെല്ലാം വാങ്ങി യാത്ര തിരിക്കുകയാണ്. തൻ്റെ കൂടെയുണ്ടായിരുന്ന നന്മ കണ്ടിട്ട് തൻ്റെ കരത്തിലുണ്ടായിരുന്ന നന്മ കണ്ടിട്ട് ഈ ലോകത്തിലെ സ്നേഹിതന്മാർ തൻ്റെ അടുക്കൽ വന്ന് പാപത്തിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടുപോയി ജീവിതം പാപത്തിൻ്റെ ആഴത്തിൽ വീഴുമ്പോൾ അവൻ്റെ കയ്യിലുള്ള നന്മകൾ മുഴുവനും നഷ്ടപ്പെട്ടേച്ച് എല്ലാം നഷ്ടപ്പെട്ടവനായി പന്നിയുടെ വാളവര പോലും കടിപ്പാൻ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിനകത്ത് ഒതുങ്ങുന്ന
നഷ്ടങ്ങളുടെ കഥ പറയുന്ന മറ്റൊരു ഉപമ. എന്ന് പറഞ്ഞാൽ ഒരു പിതാവിൻ്റെ കൂടാരത്തിനകത്തുണ്ടായിരുന്ന 2 മക്കളിൽ ഒരുവൻ നഷ്ടപ്പെടുന്ന ഒരു ഉപമ. ആമേൻ. ഈ ഉപമകൾ എല്ലാം 3 ഉപമകളും ആമേൻ നമ്മൾ അടുക്കി വെച്ച് ആമേൻ വിചിന്തനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആഴമായി നമുക്ക് കാണാൻ കഴിയുന്നത് നഷ്ടങ്ങളുടെ കഥയാണ്. ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ ആത്മനിറവിൽ പ്രിയരെ ഞാൻ നിങ്ങളോട് കൈമാറാട്ടെ. ഇന്ന് രാത്രി നഷ്ടങ്ങൾ എന്നു വേദനകളാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിനകത്ത് നഷ്ടങ്ങൾ ഒരിക്കലും സന്തോഷം നൽകുന്നതല്ല. നഷ്ടങ്ങൾ വേദനകളാണ്. ഇന്ന് പകൽക്കാലം എന്തെങ്കിലും ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തിനകത്ത് നഷ്ടപ്പെട്ടെന്ന് കരുതി എൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി ആഗ്രഹിച്ചു, ഒത്തിരി ചേർത്ത് പിടിച്ചത് ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് കരുതിയത് പലതും നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ട് ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ദൈവത്തെ എനിക്കറിയാം, നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കാൻ കഴിയുന്നവനാണ് ആ ദൈവം. ഇന്ന് രാത്രി പ്രിയരെ, നഷ്ടങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് സമ്മാനിക്കുന്നത് സന്തോഷങ്ങളല്ല. നഷ്ടങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് സമ്മാനിക്കുന്നത് ആനന്ദങ്ങളല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് നഷ്ടങ്ങൾ എപ്പോഴും വേദനകളാണ്. ഇന്ന് രാത്രി 2 തരത്തിലുള്ള നഷ്ടങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വരുത്തി വയ്ക്കുന്ന നഷ്ടങ്ങൾ. 2, നാം പോലും അറിയാതെ നമ്മിൽ നിന്ന് നഷ്ടമായി പോകുന്ന ചില നഷ്ടങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ പറയാം, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് ഒന്നും നഷ്ടമാകരുത്. ആമേൻ. നമ്മുടെ കുടുംബത്തിനകത്തുനിന്ന് ഒരിക്കലും ഒന്നും നഷ്ടമായി പോകരുത്. ആമേൻ. നഷ്ടങ്ങൾ ഒരിക്കലും സന്തോഷം തരുന്നതല്ല പ്രിയരെ. നഷ്ടങ്ങൾ ഒരിക്കലും ലാഭത്തിൻ്റെ കഥ പറയുന്നതല്ല. നഷ്ടങ്ങൾ ഒരിക്കലും സമാധാനങ്ങൾ കൊണ്ടുവരുന്നതല്ല. നഷ്ടങ്ങൾ എപ്പോഴും പരാജയങ്ങളാണ്. നഷ്ടങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിനകത്ത് തുല്യപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല. നഷ്ടങ്ങൾ എപ്പോഴും നഷ്ടങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നഷ്ടത്തിൻ്റെ വലിപ്പം ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നഷ്ടപ്പെട്ടതിനെയും മടക്കി തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. അമ്മേ, ഇന്ന് രാത്രി സ്നേഹത്തോടെ പറയാം പ്രിയരെ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് നമ്മൾ നാളുകളിലേക്ക് സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ആമേൻ. ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, നിന്റെ കൂടാരത്തിനകത്ത് നമ്മളെപ്പോഴും പാടാറുണ്ട്, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാണ്, നേടിയതല്ല, ദൈവമെല്ലാം തന്നതാണ്. ഇന്ന് രാത്രി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ദൈവം നൽകിയതെന്തെങ്കിലും നഷ്ടപ്പെടുന്നു എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും ഭരിച്ചിട്ടുണ്ടോ? ആമേൻ. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ദൈവം തന്നതൊന്നും നഷ്ടപ്പെടരുതെന്നാണ്. പക്ഷെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് ഇന്ന് കാണുന്ന പലതും നാളുകളിൽ നഷ്ടമായേക്കാം. ആമേൻ. ഇന്ന് കാണുന്ന പലതും ദൈവം നാളുകളിൽ തിരിച്ചെടുത്തേക്കാം. പക്ഷേ ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവം തരുന്ന സമയത്ത് അതിനെ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം. ആമേൻ. ദൈവം തരുന്ന സമയത്ത് അതിനെ സ്നേഹിക്കാൻ പഠിക്കണം. ദൈവം തരുന്ന സമയത്ത് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം തന്ന ചിലതും മടക്കി ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും പല നഷ്ടങ്ങൾ ജീവിതത്തിനകത്ത് വരുമ്പോൾ താങ്ങാൻ കഴിയാത്ത വേദനകൾ വെളിപ്പെടാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്ത് ശാശ്വതമായതൊന്നുമില്ല. ഈ ലോകത്ത് നഷ്ടപ്പെടുന്നതാണ് പലതും. ഈ ലോകത്ത് പലതും തകർന്നു പോകുന്നതാണ്. പലതും ഈ ലോകത്തു നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റുന്നതെന്ത് നാമെ മാറ്റപ്പെടുന്നതാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ലോകത്ത് ശാശ്വതമായ ഒരു ബന്ധങ്ങളുമില്ല.
അമേൻ, അമേൻ. ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം തന്നതാണ് എല്ലാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴും ഈ ലോകത്തിൽ സാക്ഷരമായ ഒരു ബന്ധങ്ങളുമില്ല. ഇന്ന് രാത്രി ഏറ്റവും വലിയ ബന്ധം ബൈബിളിനകത്ത് പറയുന്നത് ഭാര്യ ഭർതൃബന്ധമാണ്. ആമേ, അപ്പനമ്മമാർ അല്ലെങ്കിൽ ആമേ സ്വന്തം കുടുംബം എന്ന് പറയുന്ന ആമേൻ ആ പദ്ധതിയാണ് ദൈവവചനത്തിൽ ഏറ്റവും ആഴമേറിയ ബന്ധമെന്ന് ഈ ലോകത്തിലെ ബന്ധത്തെ വിളിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ലോകത്തുനിന്ന് ആമേൻ നമ്മിൽ ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ കൂടാരത്തിലുള്ള ഒരു വ്യക്തിയെ ദൈവം മടക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും ആമേ താങ്ങാൻ കഴിയാത്ത നഷ്ടം തന്നെയാണ്. അമ്മേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളൊന്നും ശാശ്വതമല്ല. ഇതെല്ലാം മരണം കൊണ്ട് മാറ്റപ്പെടുന്നതാണ്, നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അമ്മയെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, അപ്പനെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. ഇന്ന് രാത്രി പ്രിയരെ, ശാശ്വതമായ ബന്ധങ്ങളുള്ള ഒരു ലോകത്തല്ല നാം ജീവിക്കുന്നത്. ലോകത്ത് നമ്മൾ ചിന്തിക്കാത്ത സമയത്ത് ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതകളേറെയാണ്. ആമേൻ. ഇന്ന് സ്നേഹിക്കുന്ന മാതാവ് നാളെ അകറ്റില്ലെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്നേഹിക്കുന്ന കരുതുന്ന അപ്പൻ നാളെ നമ്മെ മറക്കില്ലെന്ന് നമുക്കൊരു ഉറപ്പില്ല. ആമേൻ. ഒരായുസ് മുഴുവനും അധ്വാനിച്ച് സ്വന്തം വിയർപ്പ് കൊണ്ട് വിയർപ്പിനെ രക്തതുള്ളികളാക്കി ഒരായുസ് കൊണ്ട് അധ്വാനിച്ചു വളർത്തി വലുതാക്കുന്ന മക്കൾ എത്രയോ പേർ അപ്പനമ്മമാരെ മറന്നുപോയി. അവരുടെ ജീവിതത്തിനകത്ത് അവർ ഒരു ഭാരമായി മാറുമ്പോൾ ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഈ ലോകത്തുള്ള പലതും നഷ്ടങ്ങളുടെ കഥ പറയുമ്പോൾ ഈ രാത്രി ആത്മാവിൽ ഒരു കാര്യം ഞാൻ ഉയർത്തിപ്പിടിക്കുക. നഷ്ടപ്പെടാത്തൊരു ബന്ധമുണ്ട്. അതിവിടം കൊണ്ട് തീരുന്ന ബന്ധമല്ല, 6 അടി മണ്ണ് കൊണ്ട് തീരുന്ന ബന്ധമല്ല, ഒരു പിണക്കം കൊണ്ട് അവസാനിക്കുന്ന ബന്ധമല്ല. 6 അടി മണ്ണിനകത്ത് ഒതുങ്ങാത്ത ഒരേ ഒരു ബന്ധമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഉയർത്തുന്ന യേശുവുമായുള്ള ബന്ധമാണ്. മരണത്താൽ പിരിയാത്ത ഒരു മകൾ സ്നേഹപ്രഭയ, ഇത് പിരിയാ ബന്ധമാണ്. ഇത് ഈ യുഗകാലം വരെയും വിശ്വസിക്കുന്നവർ കരമുയർത്തിയോ കരമടിച്ചോ ഇന്ന് രാത്രി ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ഈ രാത്രി സ്നേഹിത, തകർന്നു പോകാത്തൊരു ബന്ധമുണ്ടെങ്കിൽ, ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു ബന്ധമുണ്ടെങ്കിൽ, ഒരിക്കലും തീർന്നു പോകാത്തൊരു ബന്ധമുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ദൈവമായുള്ളൊരു ബന്ധമാണ്. ഉലകിലാരും മറമെന്ന് പറഞ്ഞാൽ, ഉലകിലാരും കൂടെ ഇല്ലെന്ന് കരുതിയാൽ ഈ രാത്രി ദൈവം പറയുക, കുഞ്ഞെ, വാർദ്ധക്യവും മറയുള്ള കാലത്തോളം ഞാൻ നിന്നെ കൊണ്ട് നടക്കാമെന്നല്ല, ഞാൻ നിന്നെ ചുമക്കാം. ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ ആ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ഈ രാത്രി അങ്ങനൊരു ജീവിതം, അങ്ങനൊരു ആത്മബന്ധം ഈ രാത്രി കർത്താവുമായി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. നഷ്ടങ്ങളുടെ ഈ ലോകത്ത് നഷ്ടപ്പെടാത്തൊരു ബന്ധം, തകർന്നു പോകാത്തൊരു ബന്ധം, ആഴമേറിയൊരു ബന്ധം. ഇന്ന് രാത്രി നഷ്ടങ്ങളെ ഓർത്ത് കരയരുത്. ഈ രാത്രി നിന്റെ കൂടെ നടക്കുന്നൊരു ദൈവമുണ്ട്, നിന്റെ കൂടെ വരുന്നൊരു ദൈവമുണ്ട്. അവൻ നഷ്ടങ്ങളെ ലാഭമാക്കാൻ കഴിയുന്നവരാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ബന്ധങ്ങളെല്ലാം ഈ ലോകത്തിൽ അവർ ആയിരിക്കുന്ന കാലഘട്ടങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഉള്ള കാലങ്ങളിൽ അവരെ സന്തോഷത്തോടെ വയ്ക്കാൻ കഴിയും. എങ്ങനെ വയ്ക്കാൻ കഴിയും? സന്തോഷത്തോടെ വയ്ക്കാൻ കഴിയും. രാത്രി പ്രിയരെ, അമ്മ മറക്കുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം, അപ്പൻ കൂടെ ഇല്ലാത്ത സാഹചര്യങ്ങൾ വന്നേക്കാം, ചേർത്ത് പിടിച്ചവരും അമ്മ കരുതുമെന്ന് കരുതിയ കരങ്ങളെല്ലാം മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം.
നഷ്ടങ്ങളുടെ കഥകൾ മാത്രം പറയാൻ മാത്രമുള്ള ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവിൽ ഞാനൊരു കാര്യം പറയാ. നിന്റെ നഷ്ടങ്ങളുടെ പുറകില് എൻ്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ നഷ്ടങ്ങളുടെ പുറകില് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലത് കരുതി വച്ചിട്ടുണ്ട്. ആർക്കു വേണ്ടി കരുതാത്ത ചിലത് നിനക്ക് വേണ്ടി മാത്രം എൻ്റെ ദൈവം കരുതി വച്ചിട്ടുണ്ട്. ആരുടെ ജീവിതത്തിലും തുറന്നു കൊടുക്കാത്ത വാതിൽ നിനക്ക് വേണ്ടി മാത്രം എൻ്റെ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെടല്ലേ. ഇന്ന് രാത്രി ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിനകത്ത് അവൻ്റെ ചിറകിൻ്റെ മറവിലൊന്ന് അഭയം തേട്. ഇന്ന് രാത്രി നീ തകർന്നു പോകാ, ഒരിക്കലും എൻ്റെ ദൈവം ഇടവരുത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, വേദപുസ്തകത്തിനകത്ത് ഈ 3 ഉപമകളും നഷ്ടങ്ങളുടെ കഥ പറയുന്നതാണ്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനകത്തും പലപ്പോഴും നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. പ്രിയരെ, ഈ ലോകത്തുള്ള ആരും ശാശ്വതമല്ല. ഈ ലോകത്ത് നമ്മൾ പണിതുയർത്തുന്ന എത്ര വലിയ കെട്ടിടങ്ങളാണെങ്കിലും ഇതൊന്നും ശാശ്വതമല്ല. ഇന്ന് രാത്രി നമ്മുടെ ആരോഗ്യം ശാശ്വതമല്ല, നമുക്കുള്ളതൊന്നും ശാശ്വതമല്ല. പക്ഷെ ശാശ്വതമായതൊന്നേ ഉള്ളൂ. അത് നമ്മൾ ആരാധിക്കുന്ന ദൈവമായുള്ള ബന്ധമാണ്, ആരാധിക്കുന്ന ദൈവമായുള്ള സ്നേഹമാണ്. ഈ സ്നേഹത്തെ പിരിഞ്ഞു പോകരുത്. ചില നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് കരുതി ദൈവമില്ലെന്ന് പറഞ്ഞു പോകരുത്. ചില വേദനകൾ ജീവിതത്തിനകത്ത് വന്നതുകൊണ്ട് ദൈവം മറന്നെന്ന് നീ പറയരുത്. ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് എൻ്റെ യേശു മാത്രമാണ്. ഉലകത്തിലാരും നിന്നെ അവനോളം സ്നേഹിക്കത്തില്ല, ഉലകത്തിലാരും നിന്നെ അവനോളം കരുതത്തില്ല. ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, എത്ര വലിയ വ്യക്തികളാണെങ്കിൽ സ്വന്തം ജീവനെ കൊടുത്ത് ആരെയും സ്നേഹിക്കത്തില്ല. എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ, എത്ര കരുതുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ, എത്ര കണ്ണുനീർ തുടച്ചു തരുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ, ഒരു വേദനാജനകമായ സാഹചര്യത്തിനകത്ത് പാസ്റ്റർ ആരുമില്ലാത്ത സമയത്ത് അവർ മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയും അവരുടെ ജീവനെ നിനക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകത്തില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നൊരു സ്നേഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അവസാനത്തുള്ളി രക്തവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ മുഴുവനും നിനക്ക് വേണ്ടി മറുവിലയാക്കി കൊടുത്ത് നിന്നെ സ്നേഹിച്ചൊരു സ്നേഹമുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന ദൈവമാണ്. അവനെ പോലെ സ്നേഹിക്കാ കഴിയുമൊരു ദൈവം നമുക്കില്ല കേട്ടോ. ഈ രാത്രി അവനെ പോലെ സ്നേഹിച്ചൊരു വ്യക്തി ഈ ഉലകത്തിലില്ലേ ഇല്ല. ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന മാതാവാണേലും, നിന്നെ സ്നേഹിക്കുന്ന പിതാവാണേലും, നിന്റെ കൂടപ്പിറപ്പുകളാണേലും അവൻ്റെ സ്നേഹത്തോട് തുല്യപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തെ സ്തുതിച്ചു തുടക്ക്. ഈ രാത്രി മറുപലയായി ജീവനെ നൽകിയ ഒരേ ഒരു സ്നേഹമേ ഉള്ളൂ. ഇന്ന് രാത്രി നമ്മൾ ഉയർത്തുന്ന ദൈവമാണ്. രാത്രി നഷ്ടങ്ങൾക്കകത്ത് പലപ്പോഴും നമ്മൾ സ്റ്റക്കായി പോകുന്നവരാണ്. നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അയ്യോ, എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെ വന്നുപോയല്ലോ, ഞാനെടുത്ത തീരുമാനങ്ങൾ നഷ്ടങ്ങൾ മാത്രമായി പോയല്ലോ, എൻ്റെ ജീവിതത്തിനകത്ത് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ ഈ നഷ്ടങ്ങൾ കൊണ്ടുവന്നല്ലോ എന്നെല്ലാം ഭയത്തോടെ ഭാരത്തോടെ നമ്മൾ വിതുമ്പി കരഞ്ഞു ജീവിക്കുന്നവരാണ്. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ചില നഷ്ടങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. ചില നഷ്ടങ്ങളെ നമുക്ക് നഷ്ടങ്ങളിൽ നിന്ന് അതിനെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ കഴിയും. എങ്ങനെ സംഭവിക്കും? പ്രിയരെ, വചനം പറയുന്നു 99 നഷ്ടപ്പെട്ടപ്പോൾ ഒന്നിനെ തേടിപ്പോയവനാണ് കർത്താവ്. അതുപോലെയാണ് നാം വായിച്ച കുറിവാക്യത്തിനകത്ത് 10 ബ്രഹ്മയുള്ളതിൽ 1 നഷ്ടപ്പെട്ടപ്പോൾ ആ വ്യക്തി, ആ സ്ത്രീ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അവളുടെ ജീവിതത്തിനകത്ത് നഷ്ടമായി പോയ സന്തോഷത്തെ മടക്കി കൊണ്ടുവന്നതാണ്.
അമ്മേ, ഇന്ന് രാത്രി പ്രിയരെ, ജീവിതം നഷ്ടപ്പെട്ട്, ഭാവി നഷ്ടപ്പെട്ട്, കുടുംബജീവിതം തകർന്ന്, ഇനി ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാം തീർന്നു എന്ന് കരുതി ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിനക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കാൻ കഴിയുന്നൊരു സന്ദേശമാണ് ഈ രാത്രി ഇതിനകത്ത് മുഴങ്ങുന്നത്. ഈ രാത്രി ദൈവം ചിലരോട് ഇടപെടുകയാ. നഷ്ടപ്പെട്ടു എന്ന് നീ കരുതുന്ന ചിലത് എന്റെ ദൈവം നിനക്ക് മടക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം മടക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രി നഷ്ടങ്ങൾ ചിലത് അവൻ ലാഭമാക്കി മടക്കി തരാൻ പോകുക. ഈ രാത്രി ചില സാക്ഷ്യങ്ങൾ അവൻ എഴുന്നേറ്റു വരത്തക്ക നിലവാരത്തിൽ ഈ രാത്രി ആരോടും അറിയില്ല, ദൈവാത്മാവ് കൃത്യമായി പ്രവചിക്കുക. ചില നഷ്ടങ്ങൾ മടക്കി തരത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. അമ്മേ, സ്നേഹത്തോടെ ഞാനൊരു കാര്യം പറയട്ടെ പ്രിയരെ, ജീവിതത്തിനകത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാലും ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു നഷ്ടങ്ങളും സംഭവിക്കരുത്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ദൈവവുമായുള്ള ബന്ധത്തിനകത്ത് നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടവരുത്തരുത്. അമ്മേ, മറ്റ് രണ്ടുപമകളും വ്യത്യസ്തമാണ്. ഒന്ന് നാട്ടിൽ നഷ്ടപ്പെടുന്നു, ഒന്ന് വീട്ടിൽ നഷ്ടപ്പെടുന്നു, മറ്റൊന്ന് കുടുംബത്തിനകത്തുനിന്ന് നഷ്ടപ്പെടുന്നു. പക്ഷേ ഈ നഷ്ടങ്ങളെല്ലാം പങ്കിട്ടെടുക്കാൻ മറ്റു പല വ്യക്തികളുമുണ്ട്. അമ്മേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആടിൽ 1 നഷ്ടപ്പെടുമ്പോൾ ഇടയനും 99 ആടുകളും നഷ്ടങ്ങളുടെ കണക്ക് പങ്കിട്ടെടുക്കാൻ ഉണ്ട്. പക്ഷെ ഇവിടെ നാം വായിച്ച കുറിവാക്യത്തിനകത്ത് നഷ്ടപ്പെട്ട 10 ജന്മകളിലൊന്ന് അവളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ യഹൂദ വിവാഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചരിത്രം നിലനിൽക്കുന്നതാണ് ആ ബ്രഹ്മയുമായിട്ടുള്ള ട്രഡീഷൻ എന്ന് പറയുന്നത്. യഹൂദ വിവാഹത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഘടകമാണ്. ആമേൻ. വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്ന സ്ത്രീയുടെ കരത്തിൽ വിവാഹ നിശ്ചയത്തിന് കടന്നു വരുന്ന വരൻ നൽകുന്ന അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആഴമേറിയ അവന്റെ അധ്വാനത്തിന്റെ ഒരു പങ്കാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കാന്തൻ അല്ലെങ്കിൽ അവളുടെ മണവാളൻ വരുമെന്നറിയില്ല. തിരിച്ചു പോയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു ഭവനം പണിയാൻ വേണ്ടി തിരിച്ചു പോയിരിക്കുക. ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ചാൽ മണവാളൻ തിരിച്ചു വരുമ്പോൾ മണവാട്ടിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മണവാട്ടി അല്ലെങ്കിൽ കാന്ത അവളുടെ കയ്യിൽ കൊടുത്തേച്ചു പോയ അവന്റെ അധ്വാനത്തിന്റെ പങ്കായ അവൾ ഒന്നുപോലും കളയാതെ അല്ലെങ്കിൽ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ മണവാളന്റെ കയ്യിൽ തിരിച്ചു കൊടുത്താൽ മാത്രമേ മണവാളൻ അവളെ സ്വീകരിക്കാവൂ എന്നതാണ് യഹൂദ വിവാഹത്തിന്റെ നിയമം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മണവാട്ടി അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വരന് കാന്ത അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഉപേക്ഷയായി വിചാരിക്കാതെ അവൻ കൊടുത്തേച്ചു പോയ 10 ദ്രഹ്മയും അവൾ കാത്തു സൂക്ഷിക്കേണ്ട കടമ അവളുടേതാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി നമ്മുടെ അങ്കി വിശുദ്ധീകരിച്ച് ഇന്ന് രാത്രി ആലയത്തിന്റെ അകത്തളത്തിലിരിക്കുമ്പോൾ ലോകരാജ്യങ്ങളിരുന്ന് സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ മണവാളൻ
നാമുമായിട്ടുള്ള ഒരു ഉഭയസമ്മതം നാമെ കടിച്ചേച്ചല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മെ വിട്ടേച്ച് കാന്തൻ പോയത്. എന്തിനു വേണ്ടിയാ? ഈ ഭൂമിയിൽ വന്ന അവസാന തുള്ളി രക്തവും തന്നിട്ട് യേശു കർത്താവ് തിരിച്ചു പോയത്. യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുകയാണ്. ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ചാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ വീണ്ടും നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളു. മെറ്റഫോറിക്കൽ അല്ലെങ്കിൽ ആ രൂപക പ്രയോഗം ധന്യനായ പൗലോസ് ശ്ലീഹയ്ക്ക് ശക്തമായി ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവിനെ മണവാളനെന്നും ദൈവസഭയെ മണവാട്ടി എന്നൊക്കെ ചിത്രീകരിച്ച് വേദപുസ്തകത്തിനകത്തായിരിക്കുമ്പോൾ ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കണം. ഈ രാത്രി നമ്മൾ മണവാട്ടിയായി ാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് മണവാട്ടി? കല്യാണ നിശ്ചയം കഴിഞ്ഞു. കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയാണ് ദൈവസഭയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയാ, ഗീവ് ഇമ്പോർട്ടൻസ് ടു ദി സ്പിരിച്വാലിറ്റി. ആത്മീയതയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട അവസാന നിമിഷങ്ങളാണ് ഈ കാലഘട്ടമെങ്കിൽ എന്ന് രാത്രി ശ്രദ്ധിച്ചു കേട്ടോണ്. അരുമനാഥൻ മടങ്ങി വരുമ്പോ അവൻ നമുക്ക് തന്നേച്ചു പോയ സകലത്തിനും അവൻ കണക്ക് ചോദിക്കുന്ന ദിവസം വരുമ്പോ ദൈവം തന്നത് സകലതും നഷ്ടപ്പെടുത്താതെ നമ്മുടെ കരത്തിൽ സുരക്ഷിതമാണെന്ന് പറയാ. തന്റെ ഇടമുള്ള ദൈവസഭയുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ. പ്രിയരെ, ദൈവം തന്നതെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് സുരക്ഷിതമാണോ? എന്താ ദൈവം തന്നത്? ഏറ്റവും വിലയേറിയത് പരിശുദ്ധാത്മാവിനെയാണ്. ഏറ്റവും വിലയേറിയത് പരിശുദ്ധാത്മാവിനെയാണ്. കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് സത്യത്തെയും നീതിയെയും ന്യായവിധിയെയും പറ്റി ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ കളഞ്ഞു കുളിക്കുന്ന ഒരു പരിപാടിക്ക് നിൽക്കരുത്. ഇന്ന് രാത്രി വീണ്ടെടുപ്പ് നാളിന് വേണ്ടി അവനെ കൊണ്ടാണ് നമ്മെ മുദ്രയിട്ട് വച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് വേണ്ടി വില കൊടുക്കുന്ന ഒരു തലമുറ ഇന്ന് രാത്രി എഴുന്നേറ്റ് വരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ നഷ്ടങ്ങൾ ലാഭമായി മാറും. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ആരുമില്ലാത്ത ഏകാന്തതകൾക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മെ ആശ്വസിപ്പിക്കും. ആരുമില്ലാത്ത വേദനാജനകമായ ജീവിതത്തിന്റെ സാഹചര്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെങ്കിൽ ഇന്ന് രാത്രി വഴികൾ തേടി നീ പോകണ്ട. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വഴികൾ തുറന്നു തരും. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ വരുന്ന വെല്ലുവിളികളെ, പ്രതിസന്ധികളെ തരണം ചെയ്ത് ജയത്തോടെ ജീവിപ്പാ ഇടവരുത്തുന്ന ഒന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് പരിശുദ്ധാത്മാവാണ്. ഈ രാത്രി വിശ്വസിക്കുന്നവനുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. പരിശുദ്ധാത്മാവിന് വേണ്ടി വില കൊടുക്കുന്ന ഒരു തലമുറ, പരിശുദ്ധാത്മാവിനെ കളഞ്ഞു കുടിക്കാത്ത ഒരു തലമുറ, പാപത്തോട് കോംപ്രമൈസ് ഇല്ലാത്ത ഒരു തലമുറ, പ്രാണത്യാഗത്തോട് അവനെ എതിർത്തു നിൽക്കുന്ന ഒരു തലമുറ ഈ പട്ടണത്തിന്റെ മണ്ണിൽ എഴുന്നേറ്റു വരട്ടെ. ഇന്ന് രാത്രി പ്രിയരെ, എല്ലാം താൽക്കാലികമാണ്, എല്ലാം നശ്വരമാണ്, എല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ദൈവം നമുക്ക് നൽകിയ വിലമതിക്കാനാകാത്ത ഒരേ ഒരു സ്വത്ത് പരിശുദ്ധാത്മാവാണ്. ഈ രാത്രി പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി കളയരുത്. പരിശുദ്ധാത്മാവിൽ നിന്ന് അകന്ന് ജീവിക്കരുത്. പരിശുദ്ധാത്മാവിനെ വിട്ടേച്ചു പോകരുത്. പരിശുദ്ധാത്മാവ് കൂടെയില്ലാത്തതൊന്ന് ഇന്ന് രാത്രി നിനക്ക് വേണ്ട. മോശ ഒരിക്കൽ പറഞ്ഞു, മിസ്രയീമിന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ പോകാൻ റെഡിയാണ്, പക്ഷെ അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുത്. അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത മിസ്രയീമിന്റെ കൊട്ടാരത്തേക്കാൾ വലുത് അങ്ങയുടെ സാന്നിധ്യമുള്ള മരുഭൂമിയാണ്. ഈ രാത്രി പരിശുദ്ധാത്മാവില്ലാത്ത ഈ ലോകത്തിലെ നന്മകളേക്കാൾ പരിശുദ്ധാത്മാവ് കൂടെയുള്ള ചില മരുഭൂമികൾ മതി
ശക്തി എന്ന് പറയാ. തന്റെ ഇടമുള്ള തലമുറകൾ ഈ രാത്രി, ഇന്ന് രാത്രി എഴുന്നേറ്റ് വരട്ടെ. പട്ടണങ്ങളെ പിടിക്കണോ, രാജ്യങ്ങളെ പിടിക്കണോ, ദൈവരാജ്യത്തിന് വേണ്ടി തിളങ്ങുന്ന ഒരു ശക്തമേറിയ ആയുധമായി മാറണമോ ഈ രാത്രി? പരിശുദ്ധാത്മാവിന് വില കൊടുക്കുന്നവരായി മാറട്ടെ. ഇന്ന് രാത്രി മറന്നു ജീവിക്കരുത്. പരിശുദ്ധാത്മാവിന് മറന്നു ജീവിക്കരുത്. ഏതോ പ്ലാറ്റ്ഫോമിൽ ഗിമിക്സ് കാണിക്കാനുള്ളതല്ല കുഞ്ഞ് പരിശുദ്ധാത്മാവ്. രണ്ടുപേരുടെ കയ്യടി മേടിക്കാനുള്ളതല്ല കൃപാവരങ്ങൾ. രണ്ടുപേരെ കൂടെ ചേർക്കാൻ ഉള്ളതല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് വില കൊടുക്കും ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ത്? He's a good counselor. അവൻ നല്ല വഴികാട്ടിയായ ദൈവമാണ്. അവൻ നല്ല മെന്ററാണ്. നമ്മെ വഴി നടത്തുന്നവനാണ്. അവൻ നല്ല നിർദ്ദേശിയാണ്. ഈ രാത്രി പാപത്തിലേക്ക് കാലുകൾ എടുത്തു വയ്ക്കുമ്പോ ജീവിതത്തിന്റെ ട്രാക്കുകൾ വഴിതെറ്റി തുടങ്ങുമ്പോ ഇന്ന് രാത്രി സത്യത്തെ പറ്റി, ന്യായവിധിയെ പറ്റി ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഈ രാത്രി നിന്റെ ഹൃദയത്തിനോട് ഇടപെടുന്നുണ്ടെങ്കിൽ ഈ രാത്രി ആത്മാവിൽ പറ, പരിശുദ്ധാത്മാവിനെ വിട്ടേച്ചൊരു ജീവിതം എനിക്ക് വേണ്ട. പലരുടെയും തെറ്റിദ്ധാരണയുണ്ട്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഞായറാഴ്ച അന്യഭാഷ പറയാനുള്ളൊരു ഉപകരണമാണെന്ന്. പലരുടെയും തെറ്റിദ്ധാരണയുണ്ട്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പ്രവചിക്കാനുള്ളൊരു വഴിയാണെന്ന്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ദർശനങ്ങളെ കാണാനുള്ളൊരു വഴിയാണെന്ന്. ഏതോ സ്റ്റേജിലോ ഏതോ പ്ലാറ്റ്ഫോമിലോ പെർഫോം ചെയ്യാനുള്ള ഒരു ഉപകരണമായി പലരും ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിനെ കാണുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് വില കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ജീവിതത്തിനകത്ത് എന്ത് നഷ്ടപ്പെട്ടാൽ ഇന്ന് രാത്രി പറയണ, ഈ ലോകത്തിലെ സകല സുഖങ്ങൾ എൻ്റെ മുൻപിൽ അടയപ്പെട്ടാൽ പരിശുദ്ധാത്മാവില്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട. പരിശുദ്ധാത്മാവിനെ മറന്നൊരു ജീവിതം എനിക്ക് വേണ്ട. ഈ രാത്രി പ്രിയരെ, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട് നമ്മിൽ നിന്ന് ദൈവിക ദാനങ്ങൾ നഷ്ടമാകും കേട്ടോ. ദൈവം തന്നതെല്ലാം മടക്കിയെടുക്കും. ഈ രാത്രി വചനം പറയുന്നു, ആദ്യം നീ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലത് ലഭിക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടാരത്തിൽ വന്നതാ ഈ വിജയത്തിന്റെ രഹസ്യം. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടാരത്തിൽ വന്നത്, നമ്മുടെ കെട്ടടിഞ്ഞത്. പരിശുദ്ധാത്മാവ് കൂടാരത്തിനകത്ത് വന്നത്, നമ്മുടെ അഡിഷനുകൾ മാറിയത്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടാരത്തിനകത്ത് വന്നത്, പാപത്തിന്റെ ചേറ്റിൽ കിടന്ന് നമ്മെ പിടിച്ച് കയറ്റി ക്രിസ്തു എന്ന പാറമേൽ നിർത്തി വിശുദ്ധീകരിച്ചു തേജസ്വീകരണത്തിന് വേണ്ടി നമ്മെ ഒരുക്കി നിർത്തിയത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ കാന്തൻ വരാൻ സമയമായി. നമ്മുടെ കർത്താവ് വരാൻ സമയമായി. വചനം പറയുന്നു, ലേഖന ഭാഗത്തൊരിക്കൽ ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കറ, ചുളുക്കം, വാട്ടം എന്നിവയില്ലാത്ത മണവാട്ടിയെ ചേർക്കാൻ. ഇങ്ങനെ കറ, ചുളുക്കം, വാട്ടം തട്ടാത്ത മണവാട്ടി. അങ്ങനൊരു മണവാട്ടി ആയി നമ്മൾ മാറണമെങ്കിൽ ആര് വേണം? പരിശുദ്ധാത്മാവ് കൂടെ വേണം. അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, കൈയടിക്കാൻ വേണ്ടി മാത്രമല്ല, പാടാൻ വേണ്ടി മാത്രമല്ല, പ്രവചിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ ജീവിതത്തിൻ്റെ 24/7 പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടണം.
പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകണം. നമ്മുടെ കോളേജുകളിൽ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടാകണം. നമ്മുടെ സ്കൂളുകൾക്കകത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകണം. നമ്മൾ കയറുന്ന വാഹനത്തിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടാകണം. നമ്മൾ കയറുന്ന ട്രെയിനിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനിടയാകണം. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തി ഈ പട്ടണം തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ ഇന്ന് രാത്രി പറയാൻ കഴിയുമോ, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധനെ എന്നിൽ നിന്ന് എടുക്കരുത്, എന്നിൽ നിന്ന് എടുത്തു മാറ്റരുത്. സ്ഥിരമായി ഇവിടെ ആത്മാവിന എന്നെ ഇന്ന് രാത്രി ഒന്ന് നിറയ്ക്കണേ. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഇന്ന് രാത്രി നഷ്ടങ്ങളെ അവൻ ലാഭമാക്കും. നഷ്ടങ്ങളെ അവൻ ലാഭമാക്കും. പ്രിയരെ, 10 ദ്രഹ്മയിൽ 1 ദ്രഹ്മ നഷ്ടപ്പെട്ടപ്പോൾ, ഇറ്റ്സ് റിലേറ്റഡ് ടു ദി ട്രഡീഷൻ ഓഫ് മാരേജ്, ജൂയിഷ് മാരേജ്. യഹൂദ പാരമ്പര്യ വിവാഹവുമായി ബന്ധപ്പെട്ടൊരു ഉപമയാണ്. അതിനകത്ത് ആ സ്ത്രീ മേ ബി ഒരു മണവാട്ടിയായിരിക്കാം, കാന്തന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നൊരു മണവാട്ടിയായിരിക്കാം. അവൾ ചെയ്ത 3 കാര്യങ്ങളാണ്. ഞാൻ ഒത്തിരി സമയമെടുക്കുന്നില്ല, എങ്കിലും എൻ്റെ ഹൃദയത്തിൽ തന്ന 3 കാര്യങ്ങൾ. അവൾക്ക് ബ്രഹ്മ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ചെയ്ത 3 കാര്യങ്ങൾ. രാത്രി ജീവിതം നഷ്ടപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ജീവിതത്തിനകത്ത് നഷ്ടങ്ങളുടെ കഥകൾ മാത്രം പറയാൻ വ്യക്തികൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? പലരും പറയാറുണ്ട്, ജീവിതത്തിനകത്ത് നഷ്ടങ്ങൾ വരുമ്പോൾ, ഹേ പാസ്റ്റർ, എൻ്റെ വിധി അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു, നമ്മൾ വിധിയിൽ വിശ്വസിക്കുന്നവരല്ല. നമുക്ക് വിധിയില്ല. നമ്മൾ മുൻ നിയമിക്കപ്പെട്ടതിലും മുന്നറിഞ്ഞതിലും വിശ്വസിക്കുന്നവരാണ്. രാത്രി നഷ്ടങ്ങളുടെ കഥകൾ പറയുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഉപജീവനം നഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് എല്ലാം നഷ്ടപ്പെട്ടവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നഷ്ടങ്ങളെ മടക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുക. ആമേൻ. വചനം വ്യക്തമായി പറയുന്നു, ആ സ്ത്രീ 10 ദ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ, 1 ദ്രഹ്മ കാണാതെ പോയാൽ അവൾ ചെയ്യുന്ന 3 കാര്യം അടിവരയിടാൻ കഴിയുമെങ്കിൽ അടിവരയിട്ട് നിങ്ങൾ പഠിക്കണം. വ്യക്തമായി നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ആമേൻ. അവൾ 1 ദ്രഹ്മ നഷ്ടപ്പെടുമ്പോൾ അവൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ അവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നു. ആമേൻ. ഒന്ന് വായിക്കാമോ? 4-ാമത്തെ വാക്യം തന്നെ, 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഉണ്ടെന്നിരിക്കട്ടെ. 1 ദ്രഹ്മ കാണാതെ ഫസ്റ്റ് അവൾ ചെയ്യുക, അവൾ വിളക്ക് കത്തിച്ചു. 2-ാമത് അവൾ ചെയ്യുക, വീട് അടിച്ചു വാരി. 3-ാമത് അവൾ ചെയ്യുക, കണ്ടു കിട്ടുന്നത് വരെ അവൾ അന്വേഷിച്ചു. പ്രിയരെ, നമ്മുടെ നഷ്ടങ്ങൾ ലാഭമായി മാറണമെങ്കിൽ, നമുക്ക് നഷ്ടപ്പെട്ട തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവം വിളിച്ച വിളിയെ മറന്ന് ജീവിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ട് പാതി വഴി ശുശ്രൂഷ ഉപേക്ഷിച്ചു പോയ ആരെങ്കിലും ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കൂടാരത്തിനകത്തിരുന്ന് നഷ്ടങ്ങളുടെ കഥകൾ എണ്ണി പറയുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരണമോ? വചനം പറയുന്നു, 1 ദ്രഹ്മ നഷ്ടപ്പെട്ടപ്പോ അവൾ 1-ാമത് ചെയ്തത് വിളക്ക് കത്തിച്ചു. ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്ത് അണഞ്ഞുപോയൊരു വിളക്കില്ലേ? എന്താ പ്രിയരെ വിളക്ക് കത്തിക്കാനുള്ള കാരണം? നിങ്ങളൊന്ന് ചിന്തിച്ച്, വെളിച്ചമുള്ളിടത്ത് വിളക്ക് വേണോ?
ഹലോ, വെളിച്ചമുള്ളടുത്ത് വിളക്ക് വേണോ? ഈ അർത്ഥം ഇത്രയുള്ളൂ. അവളുടെ ജീവിതത്തിനകത്ത് അവളുടെ വിവാഹത്തിന് വേണ്ടി വരൻ നൽകിയിട്ട് പോയ ബ്രഹ്മ നഷ്ടപ്പെട്ടത് ഇരുട്ടിലാണ്. ഓ ശാബാരാധനഘടക, ഇന്ന് രാത്രി വെളിച്ചമുള്ളടുത്തല്ല ബ്രഹ്മ നഷ്ടപ്പെട്ടത്, ഇരുട്ടുണ്ടായപ്പോഴാണ് ബ്രഹ്മ നഷ്ടപ്പെട്ടത്. ഇന്ന് രാത്രി പ്രിയരെ, ദൈവം കൂടെ ഉണ്ടായിരുന്നപ്പോ ഈ വന്ന നഷ്ടങ്ങളൊന്നും നിന്റെ കൂടെ ഇല്ലായിരുന്നു. ഓ ശാമനധരഘടക, ദൈവം കൂടെ ഉണ്ടായിരുന്നപ്പോ, നീ ആലയത്തിൽ പോകുമായിരുന്നപ്പോ, നീ പള്ളിയിൽ പോകുമായിരുന്നപ്പോ, നീ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നിന്റെ കൂടാരത്തിനകത്ത് ഭവന പ്രാർത്ഥന ുള്ളപ്പോ, നിന്റെ തലമുറ ദൈവകൃപയിൽ ഉണ്ടായിരുന്നപ്പോ, നിന്റെ കുടുംബം ദൈവകൃപയിൽ ഉണ്ടായിരുന്നപ്പോ, നിന്റെ വീട്ടിനകത്ത് പ്രാർത്ഥന ഉയർന്നപ്പോ, ഈ നഷ്ടങ്ങളൊന്നും നിന്റെ ജീവിതത്തിൽ വന്നില്ല. എവിടെയൊക്കെ നിന്റെ ജീവിതം ഇരുണ്ടുപോയപ്പോ, ദൈവത്തെ മറന്നു തുടങ്ങിയപ്പോ, ദൈവകൃപ വിട്ടോടാൻ തുടങ്ങിയപ്പോ, വീട്ടിനകത്ത് ഇരുട്ട് വ്യാപരിച്ചു തുടങ്ങിയപ്പോ, ചിലതും നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി സ്നേഹിത, ദൈവത്തെ മറന്നത് കൊണ്ടല്ലേ ചിലവും നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടത്. കൂടാരത്തിനകത്ത് നഷ്ടപ്പെട്ടത്, കുടുംബത്തിനകത്ത് നഷ്ടപ്പെട്ടത്, നിന്റെ തലമുറയുടെ ഭാവിക്കകത്ത് നഷ്ടപ്പെട്ടത്, നിന്റെ സഭയ്ക്കകത്ത് ചിലവ് നഷ്ടപ്പെട്ടത്. കാരണം വെളിച്ചം പോയി ഇരുട്ട് നിന്നെ മൂടിയത് കൊണ്ടല്ലേ. ഈ രാത്രി നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കണോ? അത് കണ്ടുകിട്ടണോ? ഇന്ന് രാത്രി തിരിച്ചു വരണം. ഇന്ന് രാത്രി വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, ഇന്ന് രാത്രി അണഞ്ഞുപോയ ദൈവകൃപയെ ജ്വലിപ്പിക്കാമെന്ന്, അണഞ്ഞുപോയ ദൈവശക്തിയെ ഈ രാത്രി ജ്വലിപ്പിക്കാമെന്ന് ഒരു തീരുമാനത്തിലേക്ക് നീ മടങ്ങി വരണം. ഓ What a mighty presence. ഇന്ന് രാത്രി ചിലരൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഈ ദൈവശബ്ദ. ഇന്ന് രാത്രി ഇരുട്ടു വന്നവ് കൊണ്ട സ്നേഹിത ചിലവ് നഷ്ടമായത്. ഇന്ന് രാത്രി ആ നഷ്ട നിനക്ക് ലാഭമാക്കി മാറ്റണമെങ്കിൽ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണോ അതെല്ലാം നിനക്ക് തിരിച്ചു ലഭിക്കണമെങ്കിൽ, ഇന്ന് രാത്രി നീ വിളക്ക് കത്തിച്ചേ പറ്റത്തുള്ളൂ. ദൈവകൃപയിലേക്ക് മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. ആലയത്തിലെ തിരിച്ചുപോയേ പറ്റത്തുള്ളൂ. ദൈവിക മുൻപാകെ മുട്ടുകുത്തിയേ പറ്റത്തുള്ളൂ. അണഞ്ഞുപോയ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവുമോ ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി വിളക്ക് തെളിയും രാത്രിയായി മാറട്ടെ. വിളക്ക് തെളിയും രാത്രിയായി മാറട്ടെ. ഈ രാത്രി ഇരുളടഞ്ഞ മേഖലകളുടെ വിളക്കുകൾ തെളിയപ്പെടട്ടെ, വിളക്കുകൾ തെളിയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഈ രാത്രി അണഞ്ഞുപോയ ജീവിതങ്ങൾക്കകത്ത് വീണ്ടും കത്തുന്ന, വീണ്ടും കത്തുന്ന, വീണ്ടും പ്രകാശിക്കുന്ന രാത്രിയായി മാറട്ടെ. അവളെന്നാ ചെയ്തേ? വിളക്ക് കത്തിച്ചു. ഇന്നലകളിൽ വിളക്ക് കത്തിക്കണമെങ്കിൽ വിളക്ക് എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്നു. വിളക്കുള്ളത് കൊണ്ടല്ലേ നഷ്ടപ്പെട്ടപ്പോൾ ഓടിച്ചെന്ന്. ഇന്നലകളിൽ നിന്റെ കൂടാരത്തിനകത്ത് കത്തിയ വിളക്ക്, ഇന്നലകളിൽ നിനക്ക് പ്രകാശം നൽകിയ വിളക്ക്, ഇന്നലകളിൽ നിനക്ക് മാർഗനിർദ്ദേശം നൽകിയ വിളക്ക്, ഇന്നലകളിൽ ഇരുളറിഞ്ഞ വീട്ടിനകത്ത് പ്രകാശത്തിന്റെ കിരണങ്ങൾ വന്ന് നിന്നെ വഴി നടത്തിയ വിളക്ക്, നിനക്ക് വേണ്ടി ഇന്നലകളിൽ ജ്വലിച്ചു പ്രകാശിച്ച വിളക്ക് ഇന്നവിടെ എന്താ? അണഞ്ഞിരിക്കുക. ഇന്ന് രാത്രി അണഞ്ഞുപോയ വിളക്കുകൾ ഈ രാത്രി കത്തുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി കർത്താവിനോട് പറ, കർത്താവ്, നിന്റെ ബന്ധത്തിൽ നകന്നുപോയ നാളുകൾ നീ ഓർക്കാവ്. ഇന്ന് രാത്രി എന്റെ ജീവിതത്തിനകത്ത് പലതും നഷ്ടപ്പെട്ടപ്പോ, അങ്ങേ മറകപ്പോ എന്നിൽ നിന്നും പലതും നഷ്ടപ്പെട്ടു. ഞാൻ വിലയുള്ളവെന്ന്
കരുതിയ പലതും എന്നിൽ നിന്ന് പലതും അടർന്നു മാറി. ഞാൻ സ്നേഹിച്ചവർ പലരും എന്നെ ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞു. ഞാൻ ചേർത്ത് നിർത്തിയ പലരും എന്നെ മാറ്റി നിർത്തി. ഇന്ന് രാത്രി ആ നഷ്ടങ്ങളുടെ നടുവിൽ ഈ രാത്രി കർത്താവേ, അണഞ്ഞുപോയ ദൈവത്തെ, അണഞ്ഞുപോയ പ്രത്യാശ, അണഞ്ഞുപോയ ദൈവകൃപയെ, അണഞ്ഞുപോയ പരിശുദ്ധാത്മാവിനെ, അണഞ്ഞുപോയ ദൈവ സാന്നിധ്യത്തെ, അണഞ്ഞുപോയ ജീവിതത്തിന്റെ ഇരുളിലേക്ക് എന്നെ തള്ളിവിട്ട് ഇരുട്ടിന്റെ പദ്ധതികളെ വീണ്ടും ഒട്ടിച്ചു മാറ്റാ ഒരു പ്രകാശമോ ഈ രാത്രി എന്റെ കൂടാരത്തിനകത്ത്. രാത്രി വിളക്കണഞ്ഞപ്പെട്ടു എങ്കിൽ രാത്രി വചനം പറയുന്നു, അവൾക്ക് മനസ്സിലായി ഇനിയും വിളക്കണഞ്ഞിരുന്നാൽ ഞാൻ എന്തൊക്കെ ചെയ്താലും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ല. ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചു വേണോ? നഷ്ടപ്പെട്ടു പോയ നല്ല ഭാവി തിരിച്ചു വേണോ? തകർന്നു നഷ്ടപ്പെട്ടു പോയ നിന്റെ വിദ്യാഭ്യാസം തിരിച്ചു വേണോ? സ്നേഹിത, നഷ്ടപ്പെട്ടു പോയ നിന്റെ ശുശ്രൂഷ തിരിച്ചു വേണോ? നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ തിരിച്ചു വേണോ? വിളക്കണഞ്ഞതായിരുന്നാൽ അമ്മ നഷ്ടപ്പെട്ടത് നിനക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല, നിന്റെ കരത്തിൽ ലഭിക്കില്ല. ഇന്ന് രാത്രി നീ മാമനണഞ്ഞു പോയ വിളക്ക് ഒന്നും കൂടെ കത്തിക്കണം, ഒന്നും കൂടെ കത്തിക്കണം. അതിന്ന് രാത്രി വിളക്ക് കത്തിക്കുന്നത് നാട്ടുകാർക്ക് വേണ്ടിയല്ല. ഓ ശബരദലഘടക. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, പാസ ഞാൻ പള്ളിയിൽ പോയാ എൻ്റെ കുടുംബക്കാരെന്ത് ചിന്തിക്കും? ഞാൻ ആലയത്തിൽ പോയി ദൈവത്തെ സ്തുതിച്ചാൽ ഒരു കുറച്ചിലായി ചിന്തിക്കുന്നവരുണ്ട്. സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ദൈവത്തെ ആരാധിക്കാത്തവരുണ്ട്. ആരോഗ്യമുണ്ടായിട്ട് പോലും ആരാധന ഉപേക്ഷയായി വിചാരിക്കുന്നവരുണ്ട്. കയ്യിലെ നന്മകൾ ഉണ്ടായിട്ട് പോലും ആമേൻ ആലയത്തിനകത്ത് പോയി ദൈവത്തെ സ്തുതിക്കാത്തവരുണ്ട്. പക്ഷെ ഇന്ന് രാത്രി വചനം പറയുന്നു, നീ എന്ത് ചെയ്യണം? നീ എഴുന്നേക്കണം. നീ അണഞ്ഞുപോയ വിളക്ക് കത്തിക്കണം. വചനം പറയുന്നു, ആ സ്ത്രീ അണഞ്ഞുപോയ വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഉണ്ടായിരുന്ന ഇരുട്ടോടി മാറി. ഇരുട്ടോടി മാറി. നഷ്ടപ്പെട്ടതിനെ ഇരുട്ടിലേൻ്റെ ആഴത്തിലേക്ക് ഒതുക്കിയിട്ടിരുന്ന ആ ഇരുട്ടോടി മാറി. നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടങ്ങളെ കൊണ്ടിട്ട് ഇട്ടിട്ട് മൂടിയിരുന്ന ഇരുട്ടുണ്ടല്ലോ, വിളക്ക് കത്തിയാൽ ഓടും. പരിശുദ്ധാത്മാവ് കത്തിയാൽ ഓടും. ദൈവം നിന്റെ കൂടാരത്തിനകത്ത് വന്നാൽ ഓടും. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സാക്ഷാൽ യഹോവ, സാക്ഷാൽ ക്രിസ്തു, സാക്ഷാൽ യേശു നിന്റെ ഭവനത്തിൽ വന്ന നിന്റെ ഇരുട്ടോടി മാറും. എന്ത് ചെയ്യണം? വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ചിട്ടും അവളുടെ ബ്രഹ്മ അവൾ കണ്ടുകിട്ടിയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൾ ഒന്നാമത് വിളക്ക് കത്തിച്ചു. പ്രിയരെ, ദൈവത്തെ വിളിച്ചത് കൊണ്ട് മാത്രം പിണങ്ങരുത്. ദൈവത്തെ കർത്താവേ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ല. വചനം പറയുന്നു, അവൾ ഒന്ന് വിളക്ക് കത്തിച്ചു, രണ്ടെന്ത് ചെയ്തു? അടിച്ചുവാരി. അവളൊരു ചൂലെടുത്തു. വീട്ടിനകത്ത് ഇരുള് മൂടിയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സകല വേസ്റ്റും ഒരു മുറി അടിച്ചു വാരുക എന്ന് പറഞ്ഞാൽ അതിനകത്തുണ്ടായിരുന്ന ഭാഷയിൽ പറഞ്ഞ ചുക്കിളിയും
സകലവിധ സ്പൈഡേഴ്സും അതിനകത്തുള്ള ഏറ്റവും ഈസറ്റ് അവൾ ക്ലീൻ ചെയ്യുക. ഇന്ന് രാത്രി ദൈവം നിന്റെ കൂടെ വന്നാൽ, വെളിച്ചം കത്തിയാൽ, വിളക്ക് കത്തിയാൽ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വന്നാൽ, അവൻ എന്ത് ചെയ്യും? പാപത്തെയും ന്യായവിധിയും പറ്റി ബോധ്യം തരും. എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിനകത്ത് ആവശ്യമില്ലാതെ അടിഞ്ഞു കിടക്കുന്ന വേസ്റ്റില്ലേ, നിന്റെ രഹസ്യ ജീവിതത്തിനകത്ത്, ആരുമറിയാത്ത ഒറ്റപ്പെടലിനകത്ത്, ഒരു പക്ഷെ കൂട്ടുകാരോടും പറയാത്ത, കുടുംബക്കാരറിയാത്ത, ചേട്ടനറിയാത്ത, അനിയത്തി അറിയാത്ത, അപ്പനറിയാത്ത, അമ്മയറിയാത്ത, ആരോടും പറയാത്ത ചില പാപത്തിൻ്റെ രഹസ്യങ്ങളില്ലേ, ഒരിക്കലും വീട് വിട്ടു മാറാതെ ആ കൂടാരത്തിൻ്റെ ഏതോ കോണിനകത്ത് പതിയിരിക്കുന്ന ചില വേസ്റ്റുകളില്ലേ, വചനം പറയുന്നു അവൾ അടിച്ചു വാരി. She was ready to clean that. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വേണോ? ദൈവഹിതമില്ലാത്തത് ഒളിപ്പിച്ചു വയ്ക്കാനല്ല പറഞ്ഞേ, ഹൈഡ് ചെയ്ത് വയ്ക്കാനല്ല പറഞ്ഞേ. You need to wash out that. You need to clean out that. നീ അതിനെ പൂർണ്ണമായി വിശുദ്ധീകരിക്കണം. ഇന്ന് രാത്രി നിന്റെ രഹസ്യ ജീവിതത്തിനകത്ത്, നിന്റെ പരസ്യ ജീവിതത്തിനകത്ത് ഹൈഡ് ചെയ്ത് ജീവിച്ച സ്നേഹിത, നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല. നീ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതൊന്നും നിനക്ക് തിരിച്ചു കിട്ടില്ല. തിരിച്ചു കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? അടിച്ചു വാരി ക്ലീൻ ചെയ്യണം. അടിച്ചു വാരി ക്ലീൻ ചെയ്യുമ്പോൾ വചനം പറയുന്നു ആ മുറി വിശുദ്ധിയുള്ളതായി മാറും. ആ മുറി ശുദ്ധിയുള്ളതായി മാറും. ഇമ്മലകളിൽ ഉണ്ടായിരുന്ന ഡസ്റ്റ്, ഇമ്മലകളിൽ ഉണ്ടായിരുന്ന അൺക്ലീൻനെസ് ഇന്ന് ആ കൂടാരത്തിലില്ല. ഈ രാത്രി പരിശുദ്ധാത്മാവിനോടൊന്ന് പറയാമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കോണിൽ, രഹസ്യ പരസ്യ ജീവിതത്തിനകത്ത്, എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ ചെവി കൊണ്ട്, എൻ്റെ ശരീരം കൊണ്ട് ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ഡസ്റ്റുകൾ, പാപങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണേ. അങ്ങയുടെ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണേ ഇന്ന് രാത്രി നീ ഇവിടെ ഇരുന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൻ്റെ ആഴത്തിൽ എത്ര കടിഞ്ചുമപ്പായ പാപമായാലും, അത് രക്താംബരം പോലെ ചുമന്നതായാലും, ഇന്ന് രാത്രി പഞ്ഞി പോലെ വിളിപ്പിക്കാൻ കഴിയുന്ന ഒരു കാൽവറിയിലെ രക്തം ഈ ഹോളിനകത്ത് മാത്രമല്ല സ്നേഹിത, നീ ഏതു രാജ്യത്തിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്നു, അവിടെ ഇറങ്ങി വന്ന് നിന്നെ വിശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു രക്തത്തെ ഞാൻ പരിചയപ്പെടുത്തുക. ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ, ക്ലെൻസ് മീ ലോർഡ്, എന്നെ ഒന്ന് കഴുകണേ. ഇന്ന് രാത്രി ഒരു കറ പോലുമില്ലാതെ, ഒരു പാപത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ വീടെങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഒരു പൊടി പോലുമില്ലാതെ, ഒരു ഡസ്റ്റ് പോലുമില്ലാതെ ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഈ രാത്രി ദൈവം നമ്മെ ക്ലീൻ ചെയ്യട്ടെ. നഷ്ടപ്പെട്ടത് മടങ്ങി വരണോ? നിന്റെ ജീവിതം വിശുദ്ധമാകണം. അർഹതയില്ലാത്ത ഭാവി ഉണ്ടാകണോ?
അർഹതയില്ലാത്ത ഉയർച്ച വേണോ? കൂട്ടുകാരെക്കാൾ ആനന്ദ തൈലത്താൽ അഭിഷേകം വേണോ? നിന്റെ ജീവിതത്തിനകത്ത് കറയില്ലാത്തൊരു വിശുദ്ധനായി മാറണം. വചനം പറയുന്നു, ഒന്നെന്ത് ചെയ്തു? വിളക്ക്. രണ്ടെന്ത് ചെയ്തു? അടിച്ചുവാരി അവൾ വിശുദ്ധീകരിച്ചു. വീട്ടിനകത്തുള്ള എല്ലാ ഡസ്റ്റും അവൾ മാറ്റി. അവിടം കൊണ്ട് തീർന്നില്ല പ്രിയരെ. എന്നിട്ട് അവൾ, വചനം പറയുന്നു, ആ സ്ത്രീ സൂക്ഷ്മതയോടെ അന്വേഷിച്ചു. ഇന്ന് രാത്രി വിളക്ക് കത്തിക്കപ്പെടണം. അശുദ്ധികൾ അടിച്ചു വാരി ശുദ്ധീകരിക്കപ്പെടണം. അവിടം കൊണ്ട് തീരുന്നില്ല. അവൾ സൂക്ഷ്മതയോടെ അന്വേഷിച്ചു. ഇന്ന് രാത്രി അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടാൻ തയ്യാറുണ്ടോ? എവിടെയാണോ നീ വീണത്? എവിടെയാണോ നീ നഷ്ടപ്പെട്ടത്? അതിന്ന് രാത്രി പ്രസംഗിക്കുന്ന പാസ്റ്റർക്കറിയില്ല. എൻ്റെ വീഴ്ചകൾ കേൾക്കുന്ന നിങ്ങൾക്കറിയില്ല. ഇന്ന് രാത്രി വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ദൈവത്തോടൊന്ന് പറയാമോ, കർത്താവേ, ഞാൻ ഇന്ന് രാത്രി എൻ്റെ ഇന്നലകളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ ഞാനൊന്ന് സൂക്ഷ്മതയോടെ അന്വേഷിക്കാൻ തുടങ്ങുക. ഞാൻ എവിടെയാണ് വീണത്? എൻ്റെ ദൈവകൃപ എവിടെ വച്ചാണ് ചോർന്നു തുടങ്ങിയത്? എന്നിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക്, ദൈവിക ബന്ധത്തിന് എവിടെ മുതലാണ് ഒരിടർച്ച സംഭവിച്ചു തുടങ്ങിയത്? ദൈവം തന്ന മല്ലപാനമായ ദ്രഹ്മ എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ഞാൻ സൂക്ഷ്മമായി അന്വേഷിച്ചു. ഈ രാത്രി എവിടെ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് നമുക്കും പരിശുദ്ധാത്മാവിനും മാത്രമേ അറിയൂ. എവിടെയാണ് നമ്മുടെ ശുശ്രൂഷ ഒതുക്കപ്പെട്ടതെന്ന് നമുക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. ഇന്ന് രാത്രി നീ അന്വേഷിക്കാൻ തീരുമാനിച്ചാൽ ദൈവം പറയുക, നഷ്ടപ്പെട്ടത് നിനക്ക് കണ്ടുകിട്ടും. അത് മുഖാന്തരം നീ സന്തോഷിക്കും. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വച്ച കരുതലിലേക്ക് ദൈവം നിന്നെ നടത്തിക്കൊണ്ടുപോകും. അതിന് നീ എന്ത് ചെയ്യണം? ഒന്ന്, വിളക്ക് കത്തിക്കണം. രണ്ട്, നീ അടിച്ചു വാരണം. മൂന്ന്, നീ സൂക്ഷ്മതയോടെ അന്വേഷിക്കണം. ഇന്ന് രാത്രി ഈ മൂന്നും നീ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട ചിലത് ദൈവം മടക്കി തരും. നീ അല്ല നിന്റെ ഭാവി നിർണയിക്കുമത്. നിന്റെ അപ്പനല്ല നിന്റെ ഭാവി നിർണയിക്കുമത്. നിന്റെ അമ്മയോ കുടുംബക്കാരോ ലോകത്തിലുള്ള ഒരു വ്യക്തിയുമല്ല നിന്റെ ഭാവി നിർണയിക്കുമത്. എത്ര തകർന്നെന്ന് നീ പറഞ്ഞാലും ഒരു ദൈവ പ്രവൃത്തിയെ പുറത്തു കൊണ്ടുവരിക. എത്ര തീർന്നെന്ന് പറയുന്ന ജീവിതത്തിനകത്ത് ദൈവത്തിനൊരു പ്രവൃത്തിയെ കൊണ്ടുവരാ. എൻ്റെ ദൈവം ശക്തനാണ്. എത്ര വലിയ മരുഭൂമിക്ക് മലർവാടിയാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എന്തെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ നഷ്ടത്തെ ലാഭമാക്കി തരാൻ കഴിയുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. രാത്രി നമ്മുടെ മുമ്പിൽ നഷ്ടങ്ങൾ നഷ്ടമായിരിക്കാം. പക്ഷെ എൻ്റെ ദൈവത്തിന് നിന്റെ നഷ്ടത്തെ തിരിച്ചു തന്ന് ആനന്ദത്വത്തെ നിന്റെ ജീവിതത്തിനകത്ത് തരാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. രാത്രി നഷ്ടങ്ങൾ തിരിച്ചു വരണോ? നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതം തിരിച്ചു വരണോ? നഷ്ടപ്പെട്ടു പോയ ആത്മീയത തിരിച്ചു വരണോ? നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ തിരിച്ചു വരണോ? നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹം തിരിച്ചു വരണോ? നഷ്ടപ്പെട്ടു പോയ ഉപജീവനം തിരിച്ചു വരണോ? നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരിച്ചു വരണോ? നഷ്ടപ്പെട്ടു പോയ ഭവനം ദൈവം നിനക്ക് തിരിച്ചു വരണോ? രാത്രി ഒന്നും ചെയ്യണ്ട. നിന്നിലുള്ള കുറവുകൾ ദൈവസന്നിധി പൂർണ്ണമായി ഏറ്റുപറഞ്ഞു വിളക്ക് കത്തിച്ച് അടിച്ചുവാരി ഒന്ന് അന്വേഷിക്കുക. നിന്റെ കൂടാരം സന്തോഷം കൊണ്ട് നിറയും. എല്ലാ കണ്ണും ദൈവസല്ലടയിട്ട്. Can we stand in the presence of God?
ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. സമയം വൈകി, എനിക്കറിയാം. ശബനധര ഇടക ശരാരകൾ ഖബ ഒറിഖമനധുരഘടക. ഒരു വാക്ക് ദൈവസന്നിധി തീരുമാനം എടുക്കാൻ പോവാ. എല്ലാ കണ്ണും ദൈവസ്ഥലം അടയട്ടെ. എല്ലാ കണ്ണും ദൈവസ്ഥലം അടയട്ടെ. ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ, അപ്പാ ഇന്ന് രാത്രി ചില നഷ്ടങ്ങളെ എനിക്ക് തിരിച്ചു തരാൻ കഴിയുന്നു. നഷ്ടങ്ങളെ ലാഭമാക്കാൻ കഴിയുന്നു. ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ.